പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇന്ന് മാർച്ച് മാസം 21-ാം തീയതിയാണ്. ഈ ആഴ്ചയുടെ അവസാന ദിവസം ശനിയാഴ്ചയാണ്. നാം പഠിക്കുന്ന 130-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വചനമാണ് ഇന്ന് പഠിക്കുക. 130-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വചനം. ആ വചനം ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത്: ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഇസ്രായേൽ ജനതയാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട, അത് ഇസ്രായേൽ രാജ്യമാണെങ്കിൽ ഞാൻ പുതിയ ഇസ്രായേലാണ്. അതായത് കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, രാജകീയ പുരോഹിത ഗണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേലിനെ നമ്മുടെ പേര് ആ സ്ഥാനത്ത് ചേർത്ത് വെച്ച് അവിടുന്ന് അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. എൻ്റെ പാപങ്ങളിൽ നിന്ന് കർത്താവിനെ മോചിപ്പിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. എൻ്റെ പേര് ചേർത്ത് ഇസ്രായേലിൻ്റെ അവിടെ വെക്കണം. അതായത് എൻ്റെ പേര് സിബി എന്നാണ്. സിബി, നിൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് നിന്നെ മോചിപ്പിക്കുന്നു. It is he who will redeem Israel from all its iniquities. It is he who will redeem Israel from all its iniquities. അവിടുന്ന് അവൻ്റെ പാപങ്ങളിൽ നിന്ന്, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. അവിടുന്ന് നമുക്ക് രക്ഷ നൽകും. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള വലിയ കരം നമ്മുടെ നീണ്ടു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കാരുണ്യവാനാണ്, നമുക്ക് രക്ഷ നൽകുന്നവനാണ്. കർത്താവിൻ്റെ പക്കലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ച്, കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, എന്നെ അനുഗ്രഹിക്കും. ഓ യേശുവേ, ഓ ദൈവമേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടണമേ.